പശ്ചിമേഷ്യ അശാന്തമാണ്. ഇറാൻ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് ആവർത്തിക്കുകയാണ് ഇസ്രായേൽ. ബെന്യാമിൻ നെതന്യാഹു സുരക്ഷാ മേധാവികളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. മേഖലയിൽ ആണവായുധം പ്രയോഗിച്ചേക്കും എന്ന ആശങ്കയിലാണ് പശ്ചിമേഷ്യ. അതേസമയം ലബനാൻ അതിർത്തിയിൽ ഇസ്രായേൽ സേനയും ഹിസ്ബുള്ളയും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ്. 14 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി എങ്ങോട്ടാണ് ഈ പോക്ക് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മുജീബ് റഹ്മാൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. മുജീബ്, എന്തായാലും ഒരു തിരിച്ചടി ഉറപ്പാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന്. അത് ആ ഒരു നിലപാട് അവർ തുടർന്നുകൊണ്ട് പോവുകയുമാണ്. ഇനി എപ്പോൾ, ഏത് രീതിയിൽ എന്നാണ് കണ്ടറിയേണ്ടത്. ഇത്തരത്തിൽ നമ്മൾ ആശങ്കപ്പെടുന്നത് പോലെ, പേടിക്കുന്നത് പോലെ ആണവായുധ പ്രയോഗമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ടോ? നിലവിൽ എന്താണ് അവിടെ അവസ്ഥ? അമൃത, ഇന്നലത്തെ ഇസ്രായേലിന് മേലുള്ള മിസൈൽ ആക്രമണത്തിന് ശേഷം ഇറാന്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു ആദ്യത്തെ പ്രതികരണം തങ്ങൾ ഈ ആക്രമണം അവസാനിപ്പിച്ചിരിക്കുന്നു എന്നതായിരുന്നു. അതായത് ഇസ്രായേലിന് നേരെയുള്ള ആക്രമണം തങ്ങളുടെ ഒരു തിരിച്ചടിയായിരുന്നു. അതായത് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ളയും അതുപോലെ തന്നെ ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയയും ഒക്കെ കൊല്ലപ്പെട്ടതും, ഗസയിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന നിഷ്ഠൂരമായ ആക്രമണങ്ങളും, ലബനാനിൽ തുടരുന്ന ആക്രമണങ്ങളുമെല്ലാം തുടർന്നുകൊണ്ടിരിക്കുക ഇതിനോടുള്ളൊരു പ്രതികരണം എന്നോണമുള്ളൊരു പ്രത്യാക്രമണമായിട്ടാണ് തങ്ങളിത് നടത്തിയത്. 200ഓളം മിസൈലുകൾ ഈ മൊസാദ് ആസ്ഥാനത്തെയും അതുപോലെ തന്നെ സൈനിക താവളങ്ങളെയും ലക്ഷ്യമിട്ടുകൊണ്ട് തൊടുത്തുവിട്ടിരിക്കുന്നു. ഇതിൽ 90% മിസൈലുകളും ഇസ്രായേലിൽ പതിച്ചതായും ഈ ഇറാൻ സൈന്യം അവകാശപ്പെട്ടു. എന്നാൽ അതിനുശേഷം തങ്ങൾ ഈ ആക്രമണം അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനി ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള കടന്നുകയറ്റങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന് അതിശക്തമായ തിരിച്ചടി നൽകുമെന്ന് മാത്രമാണ് ഇറാൻ പറഞ്ഞിരുന്നത്. അതിന് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പ്രതിരോധ വകുപ്പ് മേധാവികളുടെ ഒരു യോഗം വിളിച്ചു ചേർക്കുകയും ഏതായിരുന്നാലും ഇതിനൊരു തിരിച്ചടി എന്നോണം തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഇറാൻ്റെ നേരെയുള്ള ആക്രമണം ഉണ്ടാകുമെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ ഏത് രീതിയിൽ എപ്പോഴായിരിക്കണം ഈ ആക്രമണം എന്നതിനെ സംബന്ധിച്ച് മാത്രമാണ് ഇപ്പോൾ വ്യക്തത ഇല്ലാത്തത്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായും ബെന്യാമിൻ നെതന്യാഹു ഫോണിൽ സംസാരിച്ചു, കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നാലും മേഖലയിൽ അശാന്തി പടരുകയാണ്. വലിയ തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ അവിടെയുണ്ട്. കാരണം ഇറാൻ്റെ കൈവശമുള്ള ആണവ ആയുധങ്ങൾക്ക് നേരെ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാകുമോ എന്നത് ഒരു വിഷയമാണ്. കാരണം ഇസ്രായേൽ സൈന്യം തന്നെ, മൊസാദ് ഉൾപ്പെടെയുള്ളവർ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളുടെ വീഡിയോകളും മറ്റും പുറത്തുവിട്ടിരുന്നു. ഇത് മേഖലയിൽ വലിയ തരത്തിലുള്ള ഒരു അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അവരുടെ പൗരന്മാർക്ക് മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. പല വിമാന കമ്പനികളും തെഹ്റാനിലേക്കും ലബനാനിലേക്കും അതോടൊപ്പം തന്നെ തെല്ലവീവിലേക്കുമൊക്കെയുള്ള വിമാന സർവീസുകൾ റദ്ദാക്കിയിരിക്കുന്നു. നേരത്തെ റദ്ദാക്കിയ വിമാന സർവീസുകൾ തന്നെ അവരുടെ ആ കാലാവധി വീണ്ടും അധികരിപ്പിച്ചിരിക്കുന്നു. കൂടുതൽ കാലത്തേക്ക്, അതായത് നവംബർ 30 വരെ ഇനി മുതൽ ബീറോത്തിലേക്കുള്ള സർവീസുകൾ ഇല്ല എന്ന് ലുഫ്താൻസ ഉൾപ്പെടെ എയർ ഫ്രാൻസ് ഉൾപ്പെടെ നിരവധി വിമാന കമ്പനികൾ അറിയിച്ചിരിക്കുന്നു. ആ തരത്തിൽ ആഗോള വ്യാപകമായി തന്നെ പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ വളരെ അപകടകരമായ ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത്. ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. അത്തരത്തിലൊരു തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ ഇറാനെ സംബന്ധിച്ച് ചെറുത്തു നിൽക്കുക അത്ര എളുപ്പമാണോ? തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ തരത്തിലുള്ള ഒരു പ്രത്യാക്രമണമായി അത് മാറുകയും അത് ഒരു മേഖലാ യുദ്ധത്തിലേക്ക് നീങ്ങുകയും ചെയ്യുമെന്നൊരാശങ്കയാണ് ഇപ്പോൾ ഉള്ളത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരു ഭാഗത്ത് അണിനിരക്കുമ്പോൾ സ്വാഭാവികമായും ഇസ്രായേലിനോടൊപ്പം അമേരിക്ക കൂടി ഈ ഒരു യുദ്ധത്തിലേക്ക് വന്നാൽ അമേരിക്ക കൂടി വരും. അത് വലിയ തരത്തിലുള്ള പ്രത്യാക്രമണങ്ങൾ ഉണ്ടാകും. മറ്റ് ഇസ്രായേലിനാണെങ്കിൽ അതിൻ്റെ അയൽ നാടുകളിൽ നിന്നുള്ള പ്രതിരോധ ഗ്രൂപ്പുകളിൽ നിന്ന് നിരന്തരമായി അവർക്ക് നേരെ ആക്രമണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം കൂടി വരുമ്പോൾ വലിയ തരത്തിലുള്ളൊരു ആക്രമണമായും അത് മാറും. അതില്ലാതിരിക്കാൻ ഉള്ള എല്ലാ ഇടപെടലുകളും നടത്തണമെന്നുള്ളതാണ് ഇപ്പോഴുള്ള നിർദ്ദേശങ്ങൾ ഉയരുന്നത്. പ്രത്യേകിച്ച് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഉൾപ്പെടെയുള്ളവർ ഇരുഭാഗത്തുമുള്ള ആക്രമണങ്ങളെ അപലപിക്കുകയും ഇത് ഉടൻ അവസാനിപ്പിക്കണം, ഒരു മേഖലാ യുദ്ധത്തിലേക്ക് പോകരുത് എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. റഷ്യയും അതുപോലെ ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ അവരുടെ ആശങ്ക അറിയിക്കുന്നുണ്ട്. ഒരു തരത്തിലും ഇതൊരു വലിയ ആക്രമണത്തിലേക്ക് അല്ലെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങരുത് എന്ന് പറയുന്നുണ്ട്. കാരണം ഇത് വലിയ തരത്തിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ആ മേഖലയെ ആകെ ബാധിക്കുന്ന വലിയൊരു പോരാട്ടമായിട്ടും വലിയ തരത്തിലുള്ള യുദ്ധമായിട്ടും വലിയ കെടുതികൾ ഉണ്ടാക്കിയേക്കാവുന്ന സംഘർഷമായിട്ടും അത് മാറുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആശങ്ക. മുജീബ്, അതുപോലെ തന്നെ ഈ ലബനാൻ അതിർത്തിയിലെ നിലവിലെ സാഹചര്യം എന്താണ്? അവിടെ ഈ ഇസ്രായേൽ സേനയും ഹിസ്ബുള്ളയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ് എന്നൊക്കെയാണല്ലോ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ.
അമൃത, തെക്കൻ ലബനാനിലേക്ക് ഇസ്രായേൽ സേന കഴിഞ്ഞ ദിവസമാണ് അവരുടെ കര ആക്രമണം ആരംഭിച്ചത്. അതായത് കര സൈന്യത്തെ നിയന്ത്രിതവും കേന്ദ്രീകൃതവുമായ രീതിയിൽ തെക്കൻ ലബനാനിലേക്ക് തങ്ങൾ കടന്നു കയറുകയാണ് എന്ന രീതിയിൽ ആണ് ഇസ്രായേൽ സൈന്യം അങ്ങോട്ടേക്ക് കടന്നു കയറിയത്. 25ഓളം ഗ്രാമങ്ങളിലേക്ക് സൈന്യം കടന്നു കയറിയതായി ഇന്നലെ അവർ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇന്നലെ തങ്ങളുടെ ബോർഡറിലേക്ക് ഇതുവരെ ആരും കയറിയിട്ടില്ല എന്നതായിരുന്നു ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം. പക്ഷേ ഇന്ന് ഇസ്രായേൽ സേന ഈ ബോർഡർ കടന്നതായി ഹിസ്ബുള്ള അറിയിക്കുകയും അതിനുശേഷം അവിടുത്തെ ഒഡേസ നഗരത്തിലേക്ക് കടന്നു കയറിയ സൈനികരെ തുരത്തിയതായി അവകാശപ്പെടുകയും ചെയ്തു. പിന്നീട് അതിശക്തമായ സംഘർഷങ്ങളുണ്ടായി. 40ഓളം റോക്കറ്റുകൾ ഈ തെക്കൻ ലബനാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് സാഫേദിനെ ലക്ഷ്യമിട്ട് വിട്ടതായി ഇസ്രായേൽ തന്നെ അറിയിച്ചു. അതിനുശേഷം വലിയ സംഘർഷം അവിടെ ഉടലെടുത്തു. ഒരു സൈനികൻ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. അതായത് ഇപ്പോൾ ഈ ലബനാനിലേക്കുള്ള കരയാക്രമണം തുടങ്ങിയതിനു ശേഷം ആദ്യമായാണ് ഇസ്രായേലിൻ്റെ ഒരു സൈനികൻ ഇതിൽ കൊല്ലപ്പെട്ടു എന്ന് അവർ വ്യക്തമാക്കുന്നത്. 22കാരനായ ക്യാപ്റ്റൻ എയ്ത്താൻ ഇസ്ഹാഖ് ഓസ്റ്ററാണ് ഇന്ന് കൊല്ലപ്പെട്ടതായി അറിയിച്ചിരിക്കുന്നത്. ഹിസ്ബുള്ള അറിയിച്ചതനുസരിച്ച് 2 സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ലബനാൻ അതിർത്തിയിൽ വലിയ തരത്തിലുള്ള സംഘർഷം പിന്നീട് ഉണ്ടായത്. അത് വലിയ സ്ഫോടനങ്ങളായി മാറുകയും ആ സ്ഫോടനത്തിൽ ഇസ്രായേൽ സൈന്യത്തെയാണ് ഹിസ്ബുള്ള ലക്ഷ്യമിട്ടത് എന്ന് അവരറിയിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ സ്കൈ ന്യൂസ് അറേബ്യ എന്ന ചാനൽ അവരുടെ ഒരു വാർത്ത പുറത്തുവിടുന്നു. 14 ഇസ്രായേലി സൈനികർ ഈ ആക്രമണത്തിൽ, ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നത്. ഈ വാർത്ത ശരിയാണെങ്കിൽ വലിയ തരത്തിലുള്ളൊരു പ്രത്യാക്രമണമായത് മാറിയിരിക്കുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കരയുദ്ധം തുടങ്ങിയ ആദ്യ ദിവസം തന്നെ ഇത്രയധികം സൈനികർ, 15 സൈനികർ കൊല്ലപ്പെടുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ്. വലിയ തരത്തിലുള്ള ഒരു പരിക്കേൽപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇനിയും വലിയ തരത്തിലുള്ള ആക്രമണങ്ങൾ അവിടെ ഉണ്ടായേക്കാം. ഇന്നും വ്യോമാക്രമണങ്ങൾ നടന്നിട്ടുണ്ട് തെക്കൻ ലബനാനിൽ. ഈ സൈനിക കരയാക്രമണം കരയിലേക്ക് കയറുന്നതോടൊപ്പം തന്നെ കരമാർഗം സൈനികർ കടന്നു കയറുന്നതോടൊപ്പം തന്നെ വ്യോമാക്രമണവും തെക്കൻ ലബനാനിൽ തുടരുകയാണ്. അതിൻ്റെ ഭാഗമായി പലയിടങ്ങളിലും ബോംബ് വർഷിച്ചിട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റ സംഭവങ്ങളുണ്ട്. ഇന്ന് ഒരു ലബനാൻ സൈനികന് കൂടി പരിക്കേറ്റതായിട്ടുള്ള വാർത്തകളും വരുന്നുണ്ട്.